ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഒത്തിരി നാളായി കേക്ക് റിലേറ്റഡ് ആയിട്ടൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്നൊരു ബ്ലൂബെറി ചീസ് കേക്ക് ആയാലോ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം. ക്രീം ബിസ്ക്കറ്റ് അല്ലാത്തതൊക്കെ എടുക്കാം. ഇത് ഞാൻ ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്ത ഒരാൾക്കാരോണ്ടാണ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് മിക്സിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 100 ഗ്രാം ബട്ടറൂടെ മെൽറ്റ് ചെയ്തെടുക്കാം. അൺസാൾട്ടഡ് ബട്ടർ എടുക്കാം. കാരണം ഈ ബിസ്ക്കറ്റിന് ചെറിയൊരു ഉള്ളതാണ്. അതുകൊണ്ട് സാൾട്ടഡ് ബട്ടർ വേണ്ട, അൺസാൾട്ടഡ് ബട്ടറാണ് ഇതിനകത്ത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് 1/2 kg 2 കേക്കിനായിരുന്നു കേട്ടോ ഓർഡർ. പക്ഷേ അപ്പോൾ എൻ്റെ കയ്യിൽ കേക്കിൻ്റെ ടിന്നില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പ്ലാസ്റ്റിക് ബോക്സും ഒരു അലൂമിനിയം ഫോയിലിൻ്റെ ബോക്സുമാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കായിട്ട് പ്രത്യേകം ഉണ്ടാക്കാൻ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു ബോക്സിൽ വീട്ടിലേക്കും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പാലറ്റ് നൈഫ് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് നമ്മൾ ജെലാറ്റിനൊന്ന് ഡബിൾ ബോയിൽ ആവാൻ വേണ്ടി മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിനകത്തോട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ഒരു 2 സ്പൂൺ ജെലാറ്റിനായിരുന്നു ചേർത്തേക്കുന്നത്. ഇനി ഇത് ഒരു 250 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ഫ്രീസറിൽ ഇരുന്നായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് എടുത്ത് വെളിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പ് ഓവറായിട്ടുള്ള ഐസൊക്കെ ഒന്ന് വിട്ടു പോകാനായിട്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചും ചെയ്യാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന്, കാരണം ഇതൊന്ന് ക്രീം ചീസ് ഇച്ചിരി മെൽറ്റായിരിക്കുന്നുണ്ട്, പെട്ടെന്ന് മിക്സ് ആകും, പഞ്ചസാര പൊടിച്ചതും കൂടെ ആയതുകൊണ്ട്. അത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മറ്റേ കേക്കിന് പോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ആവേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ബ്ലൂബെറിയുടെ ക്രഷ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ജെലാറ്റിൻ എടുത്തേക്ക് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്ററിനകത്തൊന്ന് കുറച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും തിരിച്ച് ആ ബാറ്ററിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതപ്പോഴത്തേക്കും നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്ന മറ്റേ ബിസ്ക്കറ്റിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ സ്പാച്ചില വെച്ചും ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കേക്കാണ് കേട്ടോ ക്രീം ചീസ് കേക്ക്. കാരണം ഒത്തിരി ക്രീമും ഇല്ല, നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു. ഇനി ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ ഒരു 24 hours ഒരു 12 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാലേ കറക്റ്റ് സെറ്റായി വരും. പിന്നെ ഇതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് കൂടെ, ഒരു ലെയർ ഇതുകൂടെ ഒഴിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രീം ചീസ് ചേർക്കത്തില്ല, അതിൻ്റെ ക്രഷും ജെലാറ്റിനും മാത്രമാണ്. അതിനായിട്ട് നമ്മളൊരു 2 സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ട് ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു 1.25 കപ്പ് ബ്ലൂബെറി ക്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മറ്റേ ജെലാറ്റിൻ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചൂടുവെള്ളത്തിനകത്തോട് ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ ഒന്ന് പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും. ഒരു മിനിറ്റ് 1.5 മിനിറ്റ് മതി. അതും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഈ ജെലാറ്റിൻ്റെ ബ്ലൂബെറിയുടെ മിക്സൂടായിട്ട് നന്നായിട്ട് ബ്ലൂബെറിയുടെ ക്രഷൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് അപ്പോഴത്തേക്കും നമ്മുടെ കേക്കെല്ലാം സെറ്റ്, കാരണം തലേന്ന് വെച്ചല്ലേ, അതെല്ലാം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ഒരു തിന്ന് ലെയർ, വളരെ നൈസായിട്ട് ഉള്ള ലെയറേ വരാവുള്ളൂ. കാരണം കട്ടി കൂടിയ കഴിഞ്ഞാൽ അത് മുറിക്കാൻ വലിയ പാടാണ് ജെലാറ്റിൻ്റെ ഇതായതുകൊണ്ട്. അത് നമ്മൾ ഏറ്റവും തിന്നായിട്ടുള്ള ലെയറാണ് എല്ലാത്തിനകത്തും കൊടുക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് ഇത് കേക്ക് മാത്രം മതി. പിന്നെ വേറൊരു കൂട്ടർക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞൊരു ബ്രൗണിയുടെ ടവറൂടെ വേണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മളതും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ബ്രൗണിയുടെ ടവർ വേണമെന്ന് പറഞ്ഞവർക്ക് ആ കേക്കിനകത്ത് പേരൂടെ എഴുതണേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ലെയറൂടെ ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൂടെ വെച്ചപ്പോഴത്തേക്കും സാധനം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദ് എന്നായിരുന്നു എഴുതാൻ പറഞ്ഞത്. മറ്റേതിനകത്തൊന്നും പറഞ്ഞില്ല, ചെറിയ എന്തെങ്കിലും ഒരു ഡിസൈൻ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് 2-3 കുഞ്ഞൊരു ഇത് വരച്ചു കൊടുത്തു.
എനിക്ക് നന്നായിട്ട് ഇഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ ബ്ലൂ ചീസ് കേക്ക് എന്ന് വെച്ചാൽ ഓവർ മധുരമൊന്നും ഇല്ലല്ലോ. ഇന്നാണ് ഞാൻ വേറൊരു ഫ്രഷ് മാംഗോ വെച്ചുള്ളൊരു മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കിയത്, അടിപൊളിയായിരുന്നു. ഇതായിരുന്നു നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളത്. എന്തായാലും എനിക്ക് നല്ല ടേസ്റ്റായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടൊരു കേക്കാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.